ബിക്കോസ് കണ്ടന്റ് ഇല്ലാണ്ട് ഇങ്ങനെ ക്ഷാമിച്ച് നടക്കുന്ന സമയത്ത് വി ഹാവ് ലോട്ട് ഓഫ് കണ്ടന്റ്സ്. ബട്ട് കുരങ്ങൻ്റെ കയ്യിൽ പൂമാനായിട്ട് ഉപയോഗിക്കാൻ അറിയണ്ടേ. തേൻമുട്ടയാണോ അവിടെ കഴിക്കുന്നത്? അണ്ണനെ തരാതെ എന്ത് തേൻമുട്ട ഇതാടി തേൻമുട്ടായി. കൊച്ചു സുന്ദരിന്ന് വിളിച്ചപ്പോഴാണ് വിളി കേട്ടു. ഭാഗ്യ എന്നെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അയക്കോടാ സബു അതാണ് നന്മയുള്ള കുരങ്ങനാണ്. രണ്ടാമത്തെ ട്രിപ്പ്. ആദ്യത്തെ ട്രിപ്പ് ഞാൻ പോയില്ല. അത് കാണാൻ വേണ്ടി 5 നമ്മുടെ ക്ലാസ്സിലെ താരമാണ് കലാകാരി. A few moments later. ഇല കുറെ വലിച്ചു കയറി കഴിച്ചിട്ടുണ്ട്. അണ്ണിയുടെ കണ്ണിന് വെള്ളം വരുന്നുണ്ട്. അണ്ണി മഞ്ച് കഴിക്കുന്നു. അണ്ണിക്ക് ഇരുന്ന കണ്ണി മഞ്ച് കഴിക്കുന്നു. ഈ തിന്നുന്നതാണ് എനിക്ക് വേണ്ടത്. മഴ നിൽക്കും. ആ ഇല എടുത്ത് കഴിച്ചതാണ്. അവൾ ഇരിക്കുന്നുണ്ട്. നൈറ്റ് മഴ ആസ്വദിക്കുന്നുണ്ട്. വെയിലും കാറ്റും മഴയും ഒക്കെ തിന്നലുകൾക്ക് ഇച്ചിരി ശാന്തതയോടും സംസ്കൃതിയോടും കൂടെ ഇതൊന്നും അത് കേൾക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അനയ്, ശങ്കർ, ദേവ്, ബിജു. എന്റെ മുഖം കണ്ടാലേ ആ യൂട്യൂബ് വീഡിയോ 50 മില്യൺ അടിക്കും. റിപ്പോർട്ട് അടിച്ചു കാണാൻ പറ്റിയ മോണ്ട. മഴ കൂടുന്നു. മിക്കവാറും അതിന്റെ ബ്ലോഗ് എടുത്തേണ്ടി വരും. നല്ല മഴ പെയ്യട്ടെ, ഇല്ലെങ്കിൽ ഈ സാധനം കത്തിപ്പോകും. ഇതാണ് പ്രശ്നം. വല്ല സാംസങ് ആണെങ്കിൽ ഇതിന്റെ സാംസങ് എടുത്ത് വെള്ളത്തിൽ മുക്കാം. വെള്ളത്തിൽ മുക്കിയാലും കുഴപ്പമില്ല. ഇതാണ് ആപ്പിളിന്റെ പ്രശ്നം. പണ്ടില്ലേ ഈ ക്വാളിറ്റി, ഈ വീഡിയോക്ക് ഈ ക്വാളിറ്റി ഒരിക്കലും ഒരു സാംസങ്ങിന്റെ കാര്യം കിട്ടത്തില്ല. ഞാൻ പറയട്ടെ, കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയും സാംസങ് ആണോ ആപ്പിൾ ആണോ. എന്താ പ്രശ്നം അറിയാം, ഞാൻ പണ്ടേ ഏത് കോമഡി കേട്ടാലും വയറിങ്ങനെ ചിരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ വലിയ കോമഡി കേട്ടിട്ട് പോലും ചിരിക്കാൻ പറ്റും. ഒറിജിനൽ കാട്ടിരിക്കാനൊക്കെ പ്യുവർ നല്ല തണുത്ത വെയിലാണ് പ്യുവർ വാട്ടർ. അത് വേഷമിട്ടാണ് വെള്ളം കോരി ഒഴിക്കുന്ന പന്നല് ഇനി ഒഴിക്കും. ഇവിടെ ഇതിന്റെ ബ്ലോഗ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ വേറെ ആരും കേട്ടിട്ടില്ല. നമുക്കിനി ഇവിടുന്ന് പോവാൻ പ്ലാൻ ഇല്ല. കാരണം എല്ലാവരും വെള്ളം കെട്ടി നിൽക്കാം. പക്ഷെ ഇനിയും നല്ല കാഴ്ചകൾ വെള്ളം കണ്ടതിന്റെ ട്രോമ എനിക്കും അമ്മയ്ക്കും അനയിക്കും. കോളേജും ഹോസ്റ്റലും എല്ലാവിധ പെർമിഷനോടും ഞാനിവിടെ ഇറങ്ങിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ലെവലാണ് ഇറങ്ങിയെന്നുള്ളതാണ്. പണിക്കാർ പോലും അതിപ്പോ പറഞ്ഞു. അത്രയും നമ്മൾ ശരിക്കും ഫോറസ്റ്റ് ചൂസ് ചെയ്ത് വന്നവരൊന്നുമല്ല. ഞങ്ങൾ മെഡിസിൻ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് നടന്നു വന്നവരാ. പിന്നെ കൈ കിട്ടിയപ്പോൾ ജോയിൻ ചെയ്തു. ബട്ട് ഇറ്റ്സ് ടോട്ടലി വർക്ക്. ഇത്ര അടിപൊളി ഒരു സീൻ ഇത് വേറെ ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിനെപ്പറ്റി യാതൊരു വീഡിയോസും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. ബട്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് യാതൊരു ക്ഷാമവും കിട്ടാൻ പോകുന്നില്ല. ഒരു സെമസ്റ്ററിൽ 4-5 ട്രിപ്പ് വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൻ്റെ ബേസിസിലാണ്. സോ ഗൈസ്, ഇതിനെപ്പറ്റി അറിഞ്ഞൂടാത്തവർ സെർച്ച് ചെയ്യുക. എന്നിട്ടിപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നവരെ നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്ത് അതിൻ്റെ പ്രകാശമുള്ള രീതിയിലുണ്ടോ ആ കാണുന്നത് എന്താ, ആ സൈഡിൽ വേറുണ്ടോ, ഇപ്പുറത്ത് കാണുന്നത് പറമ്പിക്കുളം മല, പൂമല പറമ്പിക്കുളം അതാണ് പറമ്പിക്കുളം മുകളിൽ പൂമല. ഫ്ലവർ ഹിൽ ഒരു ഹൈവേയിൽ പോകുന്ന പൂമല ഫ്ലവർ
എങ്ങോട്ട് പോയാൽ ഹൈവേ പോകുന്ന പോലെ സീനാണ്. അതായത് അതിൽ കൂടി നടന്നാൽ താഴെ ഭാഗം മൊത്തം കാണാൻ പറ്റുന്നത്. നടക്കണായിരുന്നല്ലേ. ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ഇല്ലാതിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളും.